സ്വർഗത്തിൻ്റെ തുരുത്തി, വാട്ടർ ജാർസ് ഓഫ് ഹെവൻ. സ്വർഗ തുരുത്തിയെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. യോബിൻ്റെ ബുക്കിലെ 38 വാക്യമാണ് എടുക്കുന്നത്. യോബിൻ്റെ 38 ഇങ്ങനെയാണ് വായിക്കുന്നത്: ആകാശത്തിലെ തുരുത്തികളെ ചരിക്കുന്നതാർ. അവിടെ നിർത്താം. ആകാശത്തിലെ തുരുത്തികൾ. അപ്പോൾ സ്വർഗത്തിൽ തുരുത്തി ഉണ്ടെന്നും അവിടെ വൈൻ സ്കിൻ തുരുത്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് ആദ്യം അറിയണം. ഇപ്പോഴത്തെ കാലത്ത് ആർക്കും അറിയത്തില്ല. തുരുത്തി എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ വെള്ളവും വീഞ്ഞ് അല്ലെങ്കിൽ പാല് ഇതൊക്കെ എടുക്കുന്ന തുരുത്തികളിലായിരുന്നു. മൃഗത്തിൻ്റെ സ്കിന്നെടുത്തിട്ട്, മൃഗത്തിൻ്റെ തോലെടുത്തിട്ട് അത് നമ്മൾ പാള വെച്ച് ഒരു തരം ഒരു ചെറിയൊരു കുടം പോലെ ഉണ്ടാക്കി വെക്കും. അതിനൊരു ചെറിയ ഓപ്പണിംഗ് ഒക്കെ കാണും. വളരെ ഭംഗിയായിട്ട് അവരുണ്ടാക്കുമായിരുന്നു. മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിലൊക്കെ തുരുത്തികളിലാണ് അവർ മരുഭൂമിയിൽ പോകുമ്പോൾ വെള്ളം കൊണ്ടുപോകുന്നത്, വീഞ്ഞ് കൊണ്ടുപോകുന്നത്, പാല് കൊണ്ടുപോകുന്നത് ഒക്കെ. അപ്പോൾ തുരുത്തി എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നറായിട്ട്. അപ്പം സ്വർഗത്തിൽ പല കണ്ടെയ്നേഴ്സുണ്ട്. നമ്മൾ ഒരു വിഷയമെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. വിഷയമെടുത്ത് പ്രാർത്ഥിച്ചാൽ ഒരു തരത്തിൽ ഉത്തരം കിട്ടുന്നില്ല. വീണ്ടും 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 പ്രാർത്ഥനയോടെ പ്രാർത്ഥന. അപ്പോൾ ഈ പ്രാർത്ഥനയെല്ലാം സ്വർഗത്തിലോട്ട് പോകുന്നുണ്ട്, കാരണം ദൈവം കേൾക്കുന്നുണ്ട്. പക്ഷെ ഒരു സമയമാകുമ്പോൾ ഈ പ്രാർത്ഥനയെല്ലാം ഈ തുരുത്തിയിലല്ലെങ്കിൽ അവിടെയുള്ള പാത്രത്തിൽ ഓരോന്നിനും ഓരോ അളവാണ്. അത് നിറയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പാത്രം ഇങ്ങനെ ചരിയും, തുരുത്തി ചരിയും. അതിൻ്റെ അർത്ഥം ഉത്തരം വരാറായി. ഇത് അനുഭവിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഐ റിമെമ്പർ ഞങ്ങൾ സൗദി ആയിരുന്നപ്പോൾ പല വിഷയങ്ങളെടുത്ത് വെച്ച് പ്രാർത്ഥിക്കും. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഞങ്ങൾ വളരെ ക്ലോസ് ഫ്രണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ പറഞ്ഞപ്പോൾ ഒരു ദിവസം കൊച്ചെൻ്റെ അടുക്കെ വന്നു വെച്ച് പറഞ്ഞു, ഞാനൊരു വിഷയം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, തുരുത്തി ചരിക്കാൻ സമയമായി. എല്ലാ വിഷയങ്ങൾക്കും ഒരു കണ്ടെയ്നർ സ്വർഗത്തിലുണ്ട്. അളവ് വ്യത്യാസമുണ്ട് കണ്ടെയ്നറിന്. ഈ പാത്രത്തിൽ നിറയുന്നിടം വരെയും നിറഞ്ഞു തുളുമ്പുന്നിടം വരെയും നമ്മൾ പ്രാർത്ഥന അയച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ പ്രാർത്ഥന ചെന്ന് കഴിയുമ്പോൾ ഒരു ദിവസമാകുമ്പോൾ ഇത് നിറഞ്ഞിട്ട് പുറത്തോട്ട് വരും. അപ്പോൾ നമ്മൾ ഗ്ലാസ്സിനകത്ത് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പം നമ്മൾ ഒരു ലെവൽ വരെ അതുമ്പോൾ അതിന് തുളുമ്പി ഇങ്ങനെ വരും, പക്കോളം വന്ന്. പക്ഷെ ഇനി ഒരു തുള്ളിയോടെ ഒഴിച്ചാൽ പുറത്തോട്ട് വരും. അങ്ങനെ ഓവർഫ്ലോ ചെയ്യിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മുടെ മനസ്സിൽ കാണേണ്ടത്. അപ്പോൾ ആകാശത്തിൽ തുരുത്തി ഉണ്ടെന്നും ആകാശത്തിലെ തുരുത്തികൾ ദൈവം നമുക്ക് വേണ്ടി ചരിക്കുന്നത് ആര് എന്ന് ഇയ്യോബിനോട് ദൈവം തമ്പുരാൻ ചോദിച്ച 38 അധ്യായത്തിലായപ്പോഴത്തേക്ക് ഈ 42 ചോദ്യങ്ങൾ ദൈവം ഇയ്യോബിനോട് ചോദിക്കുന്നുണ്ട്. 42 ചോദ്യം. എന്നോടൊക്കെ ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാനാണ്. നമ്മളൊക്കെ എത്ര ചോദ്യത്തിന് ഉത്തരം പറയുന്നതിൽ ഏതായാലും ദൈവം ക്ഷമയോടുകൂടെ വന്ന് യോബിനോട് 42 ചോദ്യം ചോദിച്ച ചില ഭാഗം. അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് ഉത്തരം അരുളി ചെയ്ത് എന്തെന്നാൽ, അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്നവനിവർ ആർ. നീ പുരുഷനെ പോലെ അര മുറുക്കിക്കൊള്ളുക, ഞാൻ നിന്നോട് ചോദിക്കാം, എന്നോട് ഉത്തരം. അങ്ങനെ പറഞ്ഞിട്ട് ഒരു 42 ചോദ്യം ദൈവം തമ്പുരാൻ തന്നെ യോബിനോട് ചോദിക്കും. ഈ ചോദ്യങ്ങളൊക്കെ നമ്മളോടും ചോദിക്കാൻ സാധ്യതയുണ്ട്. ചോദിച്ചാൽ നമ്മൾ കേൾക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കാം. അതിന് അളവ് നിയമിച്ചവൻ ആര്? നീ അറിയുന്നുണ്ടോ? അല്ല, അതിൻ്റെ അളവ് നൂൽ പിടിച്ചവൻ ആര്? പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? ശരിയല്ലേ? ഭൂമിയുടെ അടിസ്ഥാനം എവിടെയാണ് ഉറപ്പിച്ചത്? നമുക്ക് ഈ ഭൂമിയിൽ ഒരു സാധനം വായുവിൽ ഇങ്ങനെ നിർത്താൻ അറിയത്തില്ല. ഈ വലിയ ഭൂമി, സൂര്യൻ, നക്ഷത്രം എല്ലാം എങ്ങനെ ഉറപ്പിച്ചു എന്ന് നമുക്കറിയത്തില്ല. അതൊക്കെ ചിന്തിച്ചാൽ ആഴമില്ലുണ്ടോ മനസ്സിലാകത്തില്ല നമുക്ക്. അല്ല, അതിൻ്റെ മൂലക്കല്ലിട്ടവൻ ആര്? ഗർഭത്തിൽ നിന്ന് എന്ന പോലെ സമുദ്രം ചാടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ കതകുകളാൽ അടച്ചവൻ ആര്? സമുദ്രം ഇങ്ങനെ വെള്ളം ഇങ്ങനെ അങ്ങോട്ട് ഒഴുകുകയാണ്. ഇതുവരെ മതിയെന്ന് പറഞ്ഞ് നിർത്തിയത് ആരാണെന്ന്? അബൻഡൻസാണിത്. ഭൂമിയുടെ അറ്റങ്ങളെ പിടിക്കേണ്ടതിനും ദുഷ്ടന്മാരെ അതിൽ നിന്ന് കുടഞ്ഞു കളയാനും നിൻ്റെ ജീവകാലത്തൊരിക്കലെങ്കിലും നീ പ്രഭാതത്തിന് കൽപ്പന കൊടുക്കുകയും അരുണോദയത്തിൻ്റെ സ്ഥലം ആദേശിക്കുകയും ചെയ്തിട്ടുണ്ടോ? അതായത് നമ്മൾ ഈ ദൈവത്തിൻ്റെ നാമത്തിൽ സൂര്യനോടും ചന്ദ്രനോടും ഒക്കെ കൽപ്പിക്കാൻ അറിയാമോ?
ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ പറഞ്ഞില്ല, 42ഓളം ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ട് ആകാശത്തിലെ നിയമം നിനക്കറിയാമോ? നമുക്കൊന്നും അറിയത്തില്ല, നമ്മൾ അറിയുന്നില്ല. മഴ പെയ്യിക്കുന്ന ആര്? ദൈവം സമൃദ്ധിയായിട്ട് തരുന്ന ആര്? ഓരോ പ്രശ്നങ്ങൾ വരുത്തുമ്പോൾ അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ കൈ തന്നെ അറിഞ്ഞിട്ടാണ് യോബിനും പ്രശ്നം വന്നത്. അങ്ങനെയാണ് അവിടെ നിർത്താം. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ചിലർ പറയും, അയ്യോ എൻ്റെ മണ്ടത്തരം കൊണ്ട് എൻ്റെ കുഞ്ഞിനത് പറ്റി. അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം ഓരോ വ്യക്തിയുടെയും ജീവിതം സെപ്പറേറ്റായിട്ട് ദൈവം കാണുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ എന്ത് വേണം. ഇപ്പം ഞാൻ ഈ ഭൂമിയിൽ ആരുടെ മക്കളായിട്ട് ജീവിക്കണമെന്ന് ദൈവമാണ് നിശ്ചയിച്ചത്. എൻ്റെ മക്കൾ ആരായിരിക്കണം ഭൂമിയിൽ ദൈവമാണ് നിശ്ചയിച്ചത്. അങ്ങനെയെങ്കിൽ എൻ്റെ കാര്യം തീരുമാനിക്കുന്ന പോലെ തന്നെ മക്കളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ കാര്യങ്ങൾ കാര്യസഹിതം ബുക്കിനകത്ത് എഴുതി കഴിഞ്ഞിട്ട് തന്നെയാണ്, ദൈവത്തിൻ്റെ ബുക്കിൽ എഴുതിയിട്ട് തന്നെയാണ് ഭൂമിയിലുള്ളത്. ജെറമ്യായോട് പറയുന്നല്ലോ, അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു. വിളിച്ച വിളിയാണ്, ഞാൻ നിന്നെ വിളിച്ചു മാറ്റിയത്. അങ്ങനെ വിളിച്ചു മാറ്റിയവർക്കാണ് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ വെക്കുന്നത്. അപ്പം പ്രയാസങ്ങളുണ്ട്, ഇല്ലെന്ന് പറയാനൊക്കെ തരാണ്. നമ്മുടെ ജഡം ഇങ്ങപ്പുറത്ത് വലിക്കുകയല്ലേ. യോബിന് പരീക്ഷണം വന്നപ്പോൾ, പ്രശ്നങ്ങളുടെ പുറത്ത് പ്രശ്നം വന്നപ്പോൾ യോബ് മനസ്സുകൊണ്ട് ചിന്തിച്ച് കാണി, എന്താണ് എത്ര വലിയ കഷ്ടം ഇങ്ങനെ നിലനിൽക്കുന്നത്, മാറുന്നില്ലല്ലോ. മക്കളോ പോയി, ഭാര്യ ഒരാൾ ചീത്തം പറയുന്നുണ്ട്, ജോലിക്കാർ പോയി, സമ്പത്ത് പോയി, ചാരത്തിനകത്തിരിക്കുന്ന മനുഷ്യനോട് ദൈവം സംസാരിക്കുന്നു. നമ്മുടെ ഏതവസ്ഥയിൽ അവൻ ഇറങ്ങി വന്ന് സംസാരിക്കും. ഒന്ന് ചെവി കൊടുക്കാം. ദൈവം നമ്മളെ മറന്നിട്ടില്ലെന്ന് ചിലരോടിത് പറയാണ് ദൂതായിട്ട്. നിങ്ങളെ ദൈവം മറന്നിട്ടില്ല. പക്ഷെ നമ്മുടെ പ്രാർത്ഥന ഒരു ലെവൽ, അതായത് പലപ്പോഴും ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്, ഈ ഗ്ലാസ്സിനകത്തെ വെള്ളം തുളുമ്പി വീഴുന്നതിന് ഇച്ചിരി മുമ്പ് നമ്മളിട്ട് ചൂടിക്കളി. ഒരാൾ സൂയിസൈഡ് ചെയ്യാൻ പോവുക, മോളെ അത് ചെയ്യരുതേ എന്നൊരാൾ ഉറക്കം വിളിച്ച് അവർ ചെയ്യൂല, ചെയ്യത്തില്ല. എത്രയിടത്ത് ഒരു വ്യക്തി നമുക്കില്ലാതെ പോകുന്ന സങ്കടമാണ്. അത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിന്ന് തലമുറയായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് മാറിപ്പോകുന്നതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ ഉണ്ടാകരുത്. വേലികെട്ടി പ്രാർത്ഥിക്കണം. ദൈവം അറിയുന്ന ദൈവമാണ്. ആ ദൈവം പറയുന്നത്, സ്വർഗത്തിലെ തുരുത്തി ചരിച്ചത് ഞാനാണ്. ചരിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. നീ കണ്ടിട്ടില്ലെങ്കിൽ നീ എന്നെ വിശ്വസിക്കുക. പിന്നെ ഈ 42 ആകുമ്പോഴത്തേക്ക് യോബിനെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കുന്ന ഭാഗങ്ങളാണ് പിന്നെ അങ്ങോട്ട് വായിക്കുന്നത്. അത് അവസാനം ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് യോബ് ലാസ്റ്റ് പറയുന്നു, എൻ്റെ ദൈവമേ, നിനക്ക് സകലതും 42 ഇങ്ങനെ പറയും, നിനക്ക് സകലതും കഴിയുമെന്നും നിൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഇപ്പോഴാണ് അറിയുന്നത്. നമ്മൾ കഷ്ടം കഴിയുമ്പോഴേ ദൈവത്തെ അറിയാൻ തുടങ്ങി. ഇപ്പോഴോ ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. 42:5. ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. അപ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, ഈ ദൈവത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അരാജകത്വം അല്ലെങ്കിൽ നമ്മുടെ ബലഹീനത്വം നമ്മൾ മനസ്സിലാക്കും. എത്ര വലിയ ആളുകളായിരുന്നു ദാനിയേൽ, പിന്നെ യോഹന്നാന്, പിന്നെ ജെറമയ, അബ്രഹാം, ഇവരൊന്നും ദൈവത്തിൻ്റെ മുമ്പിൽ നൂർന്ന് നിന്നിട്ടില്ല. ദൈവത്തെ കാണുമ്പോൾ എല്ലാവരും വീണു പോകും. യോഹന്നാൻ പത്മോസ് ദ്വീപിലപ്പം വീണ് കിടന്നിട്ടാണ് ഈ വെളിപ്പാട് എഴുതിയെന്ന് പറയുന്നു. ഞാൻ അവിടെ ചെന്ന് കണ്ട ഭിത്തിയിലൊക്കെ എഴുതിയിരിക്കുന്ന പിക്ചറിനകത്ത് കാണുന്നത് യോഹന്നാൻ കിടക്കുകയാണ്. യോഹന്നാൻ എന്തൊക്കെയോ ആത്മാവിൽ കണ്ടത് വിളിച്ചു പറയുന്നു. ഒരു ദൂതനിരുന്ന് എഴുതുന്നതായിട്ടാണ് അവിടെ ഡിപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. പോസിബിൾ. ദൈവം ഒരാളെ കൊണ്ട് പറയിപ്പിക്കുക. എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് 2 ഫ്രണ്ട്സുണ്ട്. 2 പേര് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഡോക്ടേഴ്സ്. എല്ലാ ദിവസവും രാവിലെ 5 തൊട്ട് 5:30 വരെ ദൈവം അവരോട് പ്രത്യേകമായിട്ട് പേഴ്സണലി സംസാരിക്കും. ഭർത്താവിനോട് സംസാരിക്കും, അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയും, ഭാര്യ അത് എഴുതും. സിമ്പിൾ തോട്ട്സാണ് അയക്കുന്നത് കൊടുക്കുന്നത്. നമ്മൾ വളരെ സിമ്പിളായിട്ട് ദൈവം നമ്മളോട് സംസാരിക്കുന്നു എന്ന് ചിന്തിക്കുക. അത്ര സിമ്പിളായിട്ട് ദൈവം എനിക്ക് സിമ്പിളായിട്ട് തോന്നിക്കുന്നു. എനിക്കത് ഇടയ്ക്കിടയ്ക്ക് കുട്ടി അയച്ചു തരാറുണ്ട്. ഞാൻ പറയുന്നത്, ദൈവം സംസാരിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. കർത്താവിന് നമ്മളോട് സംസാരിക്കാൻ നമ്മളെക്കാട്ടി കൂടുതൽ ആഗ്രഹമാണ്. നിൻ്റെ തുരുത്തി നിറയാൻ അപ്പച്ചൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ തുരുത്തി നിറയ്ക്കണം. നമ്മുടെ തുരുത്തികൾ എംറ്റിയാണ്. അത് പുകയത്ത് വെച്ച തുരുത്തി എന്ന് പറയുന്നുണ്ടല്ലോ. പുകയത്ത് വെച്ച തുരുത്തി എന്ന് പറഞ്ഞാൽ, നമ്മൾ തുരുത്തി എന്ന് പറയുമ്പോഴും ഈ പുളിയൊക്കെ നമ്മൾ തോട്ടുപുളിയില്ലേ, നമ്മൾ നല്ല മീൻ കറിക്ക് വയ്ക്കുന്ന പുളിയൊക്കെ നമ്മൾ ആദ്യം കാണുമ്പോൾ നല്ല മഞ്ഞ കളറും ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷെ അത് ഉണക്കി വെച്ച് പിന്നെ അത് ചേരയിലിട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ കരി പോലെ കറുത്തിരിക്കും.
അത് പിന്നെ വരണ്ട് ഉണങ്ങി, പിന്നെ വെള്ളത്തിലിടുമ്പോഴാണ് അത് സോഫ്റ്റ് ആകുന്നത്. അതുപോലെയാണ് പുകയത്ത് വെച്ച തുരുത്തി പോലെ നമ്മളാണെങ്കിൽ കർത്താവിന് സങ്കടമാണ്. ദൈവം പറയുന്നു, ഞാനാണ് നിൻ്റെ കാര്യം തീരുമാനിക്കുന്നത്, നിന്നെക്കുറിച്ച് എനിക്കൊരു പ്രത്യേക ആലോചനയുണ്ട്, ആ ആലോചനയിൽ നീ വരണം. ആ ദൈവം നമ്മളെ മാറ്റി വിളിക്കുകയാണ്. കർത്താവ് യോബിന് 32:19 പറയുന്നുണ്ട്, എൻ്റെ ഉള്ളം അടച്ചു വെച്ച വീഞ്ഞു പോലെ ഇരിക്കുന്നു, അത് പുതിയ തുരുത്തികൾ പോലെ പൊട്ടുമാറായിരുന്നു. എന്താണ്? നമ്മുടെ നെഞ്ചിനകത്ത് ഈ വേദന അങ്ങോട്ട് കൂടിയിട്ട്, അല്ലെങ്കിൽ ചിന്തകൾ കൂടിയിട്ട് അത് എപ്പോഴാണ് പൊട്ടുന്നതെന്ന് അറിയത്തില്ല. അതുപോലുള്ള വേദനകളില്ലേ ഉണ്ടായിട്ടില്ലേ? അതെല്ലാം കടന്നിട്ടല്ലേ നമ്മൾ ഈ ദൈവത്തെ നേരിട്ട് അറിഞ്ഞത്. പ്രശ്നമില്ലാതെ ആരെങ്കിലും ദൈവത്തെ യഥാർത്ഥത്തിൽ അറിഞ്ഞിട്ടുണ്ടോ? വ്യക്തിപരമായിട്ട് അറിയാതെ നമ്മളിപ്പം ഒരു ഭാര്യ ഭർത്താക്കന്മാർ അവരൊന്നിച്ച് താമസിച്ചെങ്കിലല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തുള്ളൂ. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കേണ്ട, അല്ലാതെ തന്നെ നമുക്ക് അറിയാൻ ഒക്കും. പക്ഷെ ആദ്യകാലങ്ങളിൽ അവർ അന്യോന്യം സംസാരിക്കും. ദൈവവും നമ്മളുമായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കാൻ പഠിക്കണം. ദൈവം ഇങ്ങോട്ട് പറയുന്നത് നമുക്ക് അങ്ങോട്ട് പറയാൻ നല്ലതായിട്ട് അറിയാം, പക്ഷെ ദൈവം ഇങ്ങോട്ട് പറയുന്നത് അറിയാൻ തുടങ്ങുമ്പോഴാണ് ദൈവം ചോദിക്കുന്നത് നിന്നോട്, നിൻ്റെ തുരുത്തി ചരിക്കുന്നത് ആരാന്ന് നിനക്കറിയാമോ? ഞാനാണ്. ഐ ആം ഇൻ കൺട്രോൾ, ഐ ആം ഇൻ ടോട്ടൽ ചാർജ്. അതാ ദൈവം പറയുന്നത്, ഐ ആം ഇൻ ടോട്ടൽ കൺട്രോൾ. നിന്നെക്കുറിച്ച്, നിൻ്റെ മക്കളെക്കുറിച്ച്, ആൺമകനെക്കുറിച്ച്, പെൺമകളെക്കുറിച്ച്, അവരുടെ ഭാര്യമാരെക്കുറിച്ച്, ഒരു ഭർത്താക്കന്മാരെക്കുറിച്ച്, നിൻ്റെ ഭർത്താവിന്, നിൻ്റെ ഭാര്യയെക്കുറിച്ച് എനിക്കറിയാം. എന്നോട് ചോദിക്കുക. പലയിടത്തും പോയി പ്രശ്നം വെച്ചിട്ട് എന്നെ ബാധ ഒഴിക്കുന്ന പോലും പറഞ്ഞ് ഡെലിവറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ബാധയും കൂടി ഇങ്ങോട്ട് കയറ്റണം. ദൈവത്തിൻ്റെ അടുക്കലോട്ട് കൊണ്ടുപോയല്ലേ. സത്യത്തിൽ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ആരെ കൊണ്ട്, ഇപ്പം കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു, പ്രശ്നമുണ്ട് മോക്ക്, ആരോട് ചോദിക്കണം? നമുക്ക് വിശ്വസിച്ച ഒരാളെ പറയാൻ അറിഞ്ഞുകൂടെ? ഇത്ര നാളായിട്ട് കാലം മാറിപ്പോയി. സത്യത്തിൻ്റെ ആത്മാവിൽ സത്യത്തിന് മാത്രം നിൽക്കുന്ന ആളുകളെ കാണാൻ പോയി. പിന്നെ സത്യമുള്ള ചിലർക്ക് നേരം കിട്ടത്തില്ല. അങ്ങനെയുള്ളവർ കാണണം, കുറച്ചെങ്കിലും കാണുമല്ലോ, അല്ലെ ദൈവരാജ്യം നിൽക്കത്തില്ല. അപ്പം നമ്മളോട് ദൈവം പറയുന്നത്, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. യോബിൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വന്നതുകൊണ്ട് ഒന്നും നഷ്ടമായില്ല. ലോകപ്രകാരമായി ചില കാര്യങ്ങൾ ആദ്യം നഷ്ടപ്പെട്ടെങ്കിലും യോബ് ദൈവത്തെ നേരിട്ട് കാണുന്നുണ്ട്. യോബിൽ കൂടെയാണ്, യോബിൻ്റെ കഷ്ടത്തിൽ കൂടെയാണ് ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാനും ദൈവത്തിന് ആകാശത്തിൽ തുരുത്തിയുണ്ടെന്നും അത് ചരിച്ചിരിക്കുന്നെന്നും നമുക്ക് ചരിച്ചു കഴിഞ്ഞപ്പോഴത്തെ അവസ്ഥയാണ് 42 എല്ലാ അനുഗ്രഹങ്ങളും ഇരട്ടിയായിട്ട് ദൈവം തിരിച്ചു കൊടുത്തു. പോരെ അവസാനത്തെ ഭാഗം അതാണ്, ദൈവം സ്വർഗത്തിലെ തുരുത്തി ചിരിക്കുമ്പോൾ ഇങ്ങനെ യഹോവ യോബിൻ്റെ പിൽക്കാലത്തെ അവൻ്റെ മുൻകാലങ്ങളെക്കാൾ അധികം അനുഗ്രഹിച്ചു. അവൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി മുമ്പേ ഉണ്ടായിരുന്നൊക്കെയും യഹോവ യോബിനെ ഇരട്ടിയായി കൊടുത്തു. സ്വർഗം ചരിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, യോബിനോട് നീ ആദ്യകാലങ്ങളിൽ മാറി നിന്ന് സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നിക്കുന്നുണ്ട്. എല്ലാ നന്മയും കൊടുത്തു കഴിഞ്ഞു എങ്കിലും അല്പകാലത്തേക്ക് ദൈവം യോബിനെ പരീക്ഷിക്കാൻ ദുഷ്ടപിശാചിന് അനുവാദം കൊടുത്തു. എന്നാൽ പ്രാണനെ തൊട്ടുപോയേക്കല്ലെന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾ നന്ദി പറയുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഒത്തിരി പ്രയാസങ്ങൾ വരുമ്പം ഞങ്ങളെ തൊടാൻ ദുഷ്ടനെ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ വീണുപോകുന്ന അവസ്ഥയിലേക്ക് വരുത്താതെ ഇന്ന് വരെയും സൂക്ഷിച്ച കൃപയ്ക്ക് വേണ്ടി സ്തോത്രം. വീണാലും പൊക്കിയെടുത്തവൻ നീ തന്നെയാണ് കർത്താവേ. അതുപോലെ യോബിൻ്റെ ജീവിതത്തിൽ കഷ്ടം വന്നപ്പോൾ എന്താണ് ഈ കഷ്ടമെന്ന് ചിന്തിച്ചുകൊണ്ട് 3 കൂട്ടുകാർ വന്ന് ആശ്വസിപ്പിക്കുന്നതിന് പകരം യോബിന് കുറ്റം പറഞ്ഞുകൊണ്ടും ദൈവത്തിൻ്റെ ഓരോ കാര്യങ്ങൾ ചോദ്യം ചെയ്ത് നിന്നപ്പോൾ അവസാനം ദൈവം തമ്പുരാൻ തന്നെ 42 ചോദ്യം ചോദിച്ചതിൽ ഒരു ചോദ്യമാണ്, ആകാശത്തിലെ തുരുത്തി ചരിക്കുന്നത് ആരെയെന്ന് അറിയത്തില്ല. യോബ് അന്നേരമാണ് പറയുന്നത്, ഇതുവരെ കേട്ടതേ ഉള്ളൂ, ഞാനിപ്പോൾ നിന്നെ നേരിട്ട് കണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായിട്ട് കൊടുത്തു. പിണങ്ങി നിന്ന കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരെ കൊണ്ട് യോബിന് യാഗം കഴിക്കാനുള്ള വസ്തുക്കളും പൊന്നുമോതിരം കൊണ്ട് കൊടുപ്പിച്ചു. അങ്ങനെ എത്രയോ സമൂഹത്തിലും ദൈവീക സ്വർഗീയ മണ്ഡലത്തിലും യോബിനെ മാനിപ്പിച്ചതായിട്ട് ഞങ്ങൾ കാണുന്നു. ഞങ്ങളും അതുതന്നെയാണ് നിന്നോട് പ്രാർത്ഥിക്കുന്നത്. സ്വർഗമണ്ഡാരം ഒന്ന് തുറന്നിട്ട് അവിടുത്തെ തുരുത്തി ഞങ്ങൾ അയക്കുന്ന പ്രാർത്ഥനകളെല്ലാം അവിടുന്ന് സൂക്ഷിച്ചു വെക്കുന്നത് ഞങ്ങൾക്കറിയാം. ആ പ്രാർത്ഥന നിറയുമ്പോൾ ആ പാത്രം കവിഞ്ഞൊഴുകും. അന്നേരം നീ അത് ചരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഭൂമിയിൽ അതിന് ഉത്തരം വരും. അതുവരെ വെയിറ്റ് ചെയ്യാൻ, അതിനിട്ട് ചോടിപ്പോകാതെ നിൽക്കാനുള്ള കൃപ തരണം.
ദീർഘക്ഷമയോടുകൂടെ നിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാപിക്കുവോളം, യെരൂശലേമിനെ സ്ഥാനപ്പെടുത്തുവോളം, ഭൂമിയിലതിന് പ്രശംസാ വിഷയമാക്കുവോളം നിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിപ്പാനുള്ള കൃപ തരണമേ. എപ്പോഴാണ് ആകാശത്തിലെ തുരുത്തി ചരിക്കുന്നത് ഞങ്ങൾക്കറിയത്തില്ല, പക്ഷെ നീ അറിയുന്നു. അത് മതി കർത്താവേ. തക്ക സമയത്ത് ഉത്തരം അതിന് നിറപടിയായിട്ട് അനുഗ്രഹമായിട്ട് തരുന്നതിന് നന്ദി, സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ, ആമേൻ.